ഡോക്ടർ എ സമ്പത്ത്, മുൻ ലോക്സഭാംഗം നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ സമ്പത്ത്, താങ്കൾ ലോക്സഭാംഗമായിരുന്ന കാലയളവിൽ, അദ്ദേഹം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലയളവിൽ ലോക്സഭാംഗമായിരിക്കാൻ കഴിഞ്ഞയാളാണ് താങ്കൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് വിഭിന്നമായ ഒരു രാഷ്ട്രീയം സ്വീകരിച്ച വ്യക്തിയാണ്. എന്നിരുന്നാലും പ്രധാനമന്ത്രി എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ മൻമോഹൻ സിംഗിനെ എങ്ങനെ താങ്കൾ അടയാളപ്പെടുത്തും? ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുന്നതായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം അത് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ അദ്ദേഹത്തിന്റെ ആ വ്യക്തിമുദ്ര പതിപ്പിക്കാനായി കഴിഞ്ഞിട്ടുമുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് ആ ചുമതല വഹിക്കുമ്പോഴാണ് ഞാൻ 2009 ആറ്റിങ്ങിൽ നിന്ന് ലോക്സഭയിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നത്. 1996 ആദ്യം ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട് ചെല്ലുമ്പോൾ ആദ്യം ഒരു 13 ദിവസം ശ്രീ വാജ്പേയിയുടെ ഗവൺമെന്റും, പിന്നീട് ഒരു 10 മാസക്കാലം ശ്രീ ദേവഗൌഡയുടെ ഗവൺമെന്റും, പിന്നീട് ഒരു 8 മാസക്കാലം ശ്രീ ഗുജറാളിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. അങ്ങനെയായിരുന്നു. ഒന്നാം മോദി സർക്കാരിനും സാക്ഷ്യം വഹിക്കാനായി ഞാൻ പാർലമെന്റിൽ ലോക്സഭയിൽ ഉണ്ടായിരുന്നതാണ്. രണ്ടാം UPA സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിന്റെ അസാമാന്യമായ പാടവം, ഒന്നാം UPA സർക്കാരിന് ഇടതുപക്ഷ പാർട്ടികളുടേതായ പിന്തുണ ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ നൽകുമ്പോൾ അത് ഒരു പക്ഷേ സാന്ദർഭികമായി നമ്മൾ പറഞ്ഞു പോകും. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ദേഹവിയോഗത്തിനും ആഴ്ചകൾക്ക് മുമ്പ് മാത്രമാണ് ഒന്നാം UPA സർക്കാരിന്റെ പൊതു മിനിമം പരിപാടി എഴുതിയുണ്ടാക്കുന്നതിൽ അക്ഷീണം പരിശ്രമിക്കുകയും ആ പൊതു മിനിമം പരിപാടിയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഒന്നാം UPA സർക്കാരിനെ കൊണ്ട് നടപ്പാക്കിക്കുന്നതിൽ വലിയ ശ്രദ്ധ ചെലുത്തുകയും ചെയ്തിരുന്ന സീതാറാം യെച്ചൂരി നമ്മോട് കൂടെ പറഞ്ഞു പോയത്. സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളുമായി, LK അദ്വാനി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ, എല്ലാ കക്ഷി രാഷ്ട്രീയത്തിൽപ്പെട്ടവരും അത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളുമായി അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധം എന്നുള്ളത്, അദ്ദേഹം സഭയിൽ ഒരിക്കലും പൊട്ടിത്തെറിച്ച് കാണുകയോ വികാര വിക്ഷുബ്ധനായി കാണുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും അത്തരത്തിലൊരു, പലപ്പോഴും പാർലമെന്റിലൊക്കെ നമ്മൾ കാണാറുള്ളതാണ്, ചില സന്ദർഭങ്ങൾ അത്തരത്തിൽ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അങ്ങനെ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ ഒരു കാര്യത്തെ സംബന്ധിച്ചുണ്ടായിട്ടേ ഇല്ല. ഹി വാസ് എ ജെന്റിൽമാൻ. അങ്ങേയറ്റം അടിമുടി അദ്ദേഹം അക്കാര്യത്തിൽ ഹി വാസ് എ ജെന്റിൽമാൻ. ഒരു പാർലമെന്റേറിയൻ എന്നുള്ള നിലയിലും ഭരണാധികാരി എന്നുള്ള നിലയിലും അദ്ദേഹം മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ, താൻ പറയുന്നത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാനോ താൻ പറയുന്നതാണ് ശരി എന്നുള്ള നിലയിലേക്ക് അദ്ദേഹത്തിന് അങ്ങനെ ഒരു മുട്ടാപ്പോക്ക് നയത്തിൻ്റെതോ അല്ല. അദ്ദേഹത്തിന്റെ സാമ്പത്തിക നയങ്ങൾ അത്തരം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വലിയ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. അത് 1991 മുതൽ നരസിംഹറാവുവിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ തുടങ്ങിയതായ നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായ അത്തരം കാര്യങ്ങൾ, അങ്ങനെയുള്ള വിഷയങ്ങളിലുള്ള വിയോജിപ്പുകൾ രാഷ്ട്രീയമായും സാമ്പത്തികമായുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു പാർലമെന്ററി ശൈലിയുണ്ട്. അത് നമുക്കിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ഒക്കെ അംശങ്ങൾ വല്ലാതെ ഇങ്ങനെ പടർന്നു പിടിക്കുന്ന ഒരു കാലത്ത് മറ്റുള്ളവരെ കേൾക്കാൻ, സംശീകരിക്കാൻ, അവരെ ചേർത്ത് പിടിക്കുന്നു എന്നൊരു തോന്നൽ ഉളവാക്കാൻ വളരെ മിതമായ ഭാഷയിൽ, പരിമിതമായ വാക്കുകളിൽ, എന്നാൽ തൻ്റെതായ ഔദ്യോഗിക കൃത്യനിർവഹണം അത് നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളത്. അദ്ദേഹം ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് വിശ്വപ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട്. പ്രസംഗം ലൂട്ടിംഗ് ഓഫ് ദ എക്സ്ചക്കർ, ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രസംഗങ്ങളിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കാര്യം, ഈ ഇപ്പോഴത്തെ സർക്കാരിന്റെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പല സാമ്പത്തികമായ വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ വിയോജിപ്പ്, അത് മാന്യമായ ഭാഷയിലും കരുത്തുള്ള ഇടുള്ള ഭാഷയിലും അദ്ദേഹം പാർലമെന്ററി രേഖകളിൽ പെടുത്തിയത്. ഞാൻ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തെ പോലുള്ള നേതാക്കളുടെ നഷ്ടം എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് അതൊരു വലിയ വിടവാണ്. ആ ദുഃഖത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുകയാണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് ഓർമ്മയാവുന്നു. അവശേഷിക്കുന്നത് 10 വർഷം ഇന്ത്യയെ സുപ്രധാനമായ ഘട്ടത്തിൽ രാജ്യത്തെ നയിച്ച പ്രധാനമന്ത്രി എന്ന തരത്തിലാണ് മൻമോഹൻ സിംഗ് അടയാളപ്പെടുത്തുക.
ഒരുപക്ഷേ പ്രധാനമന്ത്രി പദത്തിനുമപ്പുറം രാജ്യത്തെ ദീർഘദർശിയായ ഒരു സാമ്പത്തിക വിദഗ്ധൻ, ഇന്ത്യൻ സാമ്പത്തിക സാഹചര്യങ്ങൾക്ക് അനുസൃതമായ സാമ്പത്തിക ശൈലി രൂപപ്പെടുത്തണമെന്നതിൽ എക്കാലവും അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളുണ്ടായിരുന്നു. പരമ്പരാഗതമായ രാഷ്ട്രീയക്കാരിൽ നിന്നും വിഭിന്നമായ ശൈലിയിലൂടെ സഞ്ചരിച്ച വ്യക്തിയാണ് മൻമോഹൻ സിംഗ് എന്ന പ്രത്യേകതയുമുണ്ട്. പലപ്പോഴും ഒരു രാഷ്ട്രീയക്കാരൻ്റെ പ്രസംഗ രീതികളൊന്നും ഒരിക്കലും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞിരുന്നില്ല. പൊതുവേദികളിൽ നിന്നല്ല, ലോക്സഭ രാജ്യസഭാ വേദികളിലൊന്നും അത്തരത്തിലുള്ള പ്രകടനം കണ്ടിട്ടില്ല. രാജ്യസഭയായിരുന്നു അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ അദ്ദേഹത്തിൻ്റെ ഇടം എന്ന പ്രത്യേകതയുണ്ട്. 2019